ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിയിടും വൻഗിരിയിൽ, ഉയരത്തിൽ നാഥൻ യാഗൻ യഹോവ, അവൻ എന്നെ നടത്തിയിടുന്നു. ഉയരത്തിൽ നാഥൻ യാഗൻ യഹോവ, അവൻ എന്നെ നടത്തിയിടുന്നു. സങ്കീർത്തനങ്ങൾ 121 1, 2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സങ്കീർത്തനക്കാരൻ ചോദ്യം ചോദിക്കുന്നു, അതിനുത്തരവും സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഉത്തരം: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയരെ, നമ്മുടെ സഹായം ഒരു മനുഷ്യനിൽ നിന്നുമല്ല വരുന്നത്, നമ്മെ ജനിപ്പിച്ച മാതാപിതാക്കളിൽ നിന്നുമല്ല വരുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നല്ല വരുന്നത്. നമ്മെ നിർമ്മിച്ച, നമുക്ക് ജന്മം തന്ന്, നമ്മെ ഉരുവാക്കിയ, ഉദരത്തിൽ നമ്മെ ഉരുവാക്കിയ യഹോവയായ ദൈവത്തിങ്കിൽ നിന്ന് നമ്മുടെ സഹായം വരുന്നു. നമ്മുടെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്താം. അതെ, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അവിടെയാ നമ്മുടെ കർത്താവ് വാസം ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനാഗിരിയായ പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. അവിടെ നമ്മുടെ സഹായവുമായി നമ്മുടെ കർത്താവ് ഇറങ്ങി വരുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി പർവ്വതങ്ങളിൽ ഇറങ്ങി വരുന്ന കർത്താവിനെ നമുക്ക് നോക്കാം. എൻ്റെ കണ്ണുകളെ ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? മറ്റൊരിടത്തു നിന്നുമല്ല. നമ്മുടെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായ യഹോവയെങ്കിൽ നിന്ന് നമ്മുടെ സഹായം വരുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് സഹായം ഞങ്ങളുടെ കർത്താവായ യഹോവയെങ്കിൽ നിന്ന് വരുന്നതാകയാൽ ഞങ്ങളുടെ കണ്ണുകളെ അങ്ങിലേക്ക് ഉയർത്തുവാൻ, ഞങ്ങൾക്ക് സഹായം തരുന്ന ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾക്ക് പൂർണ്ണാശ്രയം വെക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ ഒരുക്കിയാൽ, ഉപയോഗിച്ചാൽ, നടത്തിയാൽ, ആശ്വാസവും അനുഗ്രഹവും പകർന്നു തന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.